ഇപ്പൊ നിങ്ങള് കാണുന്നത് നൂറൻ്റെ ബർത്ത്ഡേയുടെ തലേ ദിവസം ഉണ്ടായിരുന്ന പരിപാടികളാണ് ട്ടോ. ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മള് ഡ്രസ്സ് ഇവളുടെ എടുത്തത് അസൈറേന്നാണ് എടുത്തേക്കുന്നത്. ഇത് പറഞ്ഞ് നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുത്താണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് ട്രൈ ചെയ്യുന്നത്. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവർക്ക് പിന്നെ കുറേ റെൻ്റൽസും ബ്രൈഡൽ റെൻ്റൽസും കാര്യങ്ങളും കുറേ ഉണ്ട് ട്ടോ. പിന്നെ കസ്റ്റമൈസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് സാലിമ. പുള്ളിക്കാരിയാണ് ഇവിടെ മെയിനായിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത് ട്ടോ. അങ്ങനെ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് നേരെ ലുലുവിലോട്ട് പോയി. കാരണം ഇന്ന് നമുക്ക് റെനേനെ അവളുടെ ഫാമിലീനെ മീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഉമ്മ വന്നിട്ടുണ്ട്, വല്ലുമ്മ ഉണ്ട്, പിന്നെ അനിയത്തി അനിയനൊക്കെ ഉണ്ടായിരുന്നു ട്ടോ. അപ്പോൾ അവരെയൊക്കെ മീറ്റ് ചെയ്യണം. അപ്പോൾ അവിടുന്ന് നൂറയ്ക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടി. ഇത് പുറത്തുനിന്നൊരു പുള്ളിക്കാരി ഇവരായിട്ട് പറഞ്ഞ് അയപ്പിച്ച് തന്ന സംഗതികളാണ് ട്ടോ. ഇത് നമ്മുടെ രഞ്ജിത്തേട്ടനും തഹസിനത്തേയും കൂടെ നമ്മുടെ അടുത്ത് കോർഡിനേറ്റ് ചെയ്ത് എത്തിപ്പിച്ചാണ്. അവരെയാണ് കോൺടാക്ട് ചെയ്തത്. ഞങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് പെട്ടെന്ന് കിട്ടാത്തതുകൊണ്ട് അവരെ ഇൻസ്റ്റയിൽ മെസ്സേജൊക്കെ അയച്ച് ഗിഫ്റ്റൊക്കെ അവർ വഴിയാണ് ട്ടോ നമ്മളിൽ എത്തിയത്. പിന്നെ ഞാനും റെനയും കൂടെ നൂറേനെ കൂട്ടാതെ താഴത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവളോട് കള്ളം പറഞ്ഞിട്ടാണ് അവൾക്കൊരു മാല വാങ്ങാൻ പോയത്. നമ്മൾ ആദ്യം ഒരു ഗോൾഡിൻ്റെ ഇതിൽ ഫുള്ളി ഒരു വേറൊരു ഷോപ്പിൽ പോകാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അവിടെ ടൈം ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റിയില്ല. അത് അടഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സ്വരോസ്കി ഈ സാധനത്തിൽ ഇവൾക്ക് ഓൾറെഡി ഒരു കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് ഇപ്രാവശ്യം ഒന്ന് ഇവിടെ തന്നെ ആക്കാം. അതാകുമ്പോൾ അവൾ വിചാരിച്ചൊരു സംഗതിയും കൂടെയാണ്. പിന്നെ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു അവൾക്കൊരു മാല വാങ്ങണം എന്ന് ട്ടോ. കാരണം കഴുത്ത് കുറച്ച് ഒഴിഞ്ഞ് കിടക്കുകയായിരുന്നു. എൻ്റെ കഴുത്തിലുണ്ട്, അവളുടെ കഴുത്തിലില്ല. അപ്പോൾ അതെനിക്കൊരു ഇതായിരുന്നു. അപ്പോൾ എനിക്കത് വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഓൾറെഡി കമ്മലുണ്ട്, അടുത്തത് മാല. അങ്ങനെ നമുക്ക് മെല്ലെ മെല്ലെയാണല്ലോ പോകേണ്ടത്. അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങി. ആൾക്ക് അറിയില്ലായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഏതോ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ടാണ് ഫുഡ് കഴിക്കുക. അരിപ്പയിലാണ് ട്ടോ, ഏതോ ഒന്നല്ല അരിപ്പ. ഞാനവിടെ താഴത്ത് എഴുതിയിട്ടേക്കണം കണ്ട്. അങ്ങനെയാണ് ഞാനിപ്പോൾ ഓർക്കുന്നത് അത് അരിപ്പയായിരുന്നു എന്ന്. അവിടെ പോയിട്ട് നമ്മൾ നല്ലോണം ഫുഡൊക്കെ കഴിച്ച് ഇവക്ക് റെന കാണുന്ന കൂട്ടല്ല, അവൾക്ക് നല്ല വിശപ്പാണ് ട്ടോ. അത് നിങ്ങൾക്ക് അറിയോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ പാടില്ല. പിന്നെ ഈ 2 പോത്തുംകുട്ടികളൂടെ പിരിയാൻ നേരത്ത് ബർത്ത്ഡേയും കൂടെ ആയതുകൊണ്ട് കിടന്ന് കാണിക്കുന്ന മേടാണ് നിങ്ങളീ കാണുന്നത്. അതിന് ശേഷം അവർ വീട്ടിലോട്ട് പോയിട്ടോ. കോഴിക്കോട് അവൾക്ക് നാളെ ഒരു ഇനാഗുറേഷൻ ഉണ്ട്. അല്ലെങ്കിൽ അവളും നമ്മുടെ